ഷേർലി സിസ്റ്റർ വളരെ വിപുലമായിട്ട് മെസ്സേജ് എടുത്തു കഴിഞ്ഞു. വിപുലമായിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് ഈ ഭാഗത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആകെ 5 വാക്യങ്ങളാണ് ഉള്ളത്. ഈ 5 വാക്യങ്ങളെ ഒരു 3ആയിട്ട് നമുക്ക് തിരിക്കാം. 1ഉം 2ഉം വാക്യത്തില് ഈ സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥനയും ഒരു ആവലാതിയുമാണ്. 3ആം വാക്യത്തില് 3ഉം 4ഉം വാക്യത്തില് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള ഒരു വ്യഗ്രത, ഒരു ആകാംക്ഷ, ഒരു ത്വര, ഒരു ആവേശം അത് കാണുന്നു. 5ആം വാക്യത്തില് ഒരാരാധന. അതായി അങ്ങനെ ഈ 5 വാക്യമുള്ളെങ്കിൽ ഈ 5 വാക്യത്തെ ക്രോഡീകരിച്ച് നമുക്കിങ്ങനെ പറയാൻ കഴിയും. ഇനി നമുക്ക് ആ വാക്യങ്ങളിലേക്ക് മടങ്ങി വരാം. 1ആം വാക്യത്തില് ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഭക്തികെട്ട ജാതിയോട് എന്റെ വ്യവഹാരം നടത്തണമേ, വഞ്ചനയും അനീതിയുള്ള മനുഷ്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, നീ എന്റെ ശരണമായ ദൈവമല്ലോ. വാസ്തവത്തില് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇതുപോലെ തന്നെ ന്യായമില്ലാത്ത, അന്യായമായി, ഒരുപക്ഷെ നാം ന്യായമായിട്ടായിരിക്കും ജീവിക്കുന്നത്, പക്ഷെ അന്യായമായ ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നു. പിന്നെ ഭക്തിയില്ലാത്ത, ദൈവഭയമില്ലാത്ത ജാതികളോടാണ് എനിക്ക് വ്യവഹാരമുള്ളത്. എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് യഹോവേ ദൈവമേ നീ എനിക്ക് വ്യവഹാരം നടത്തി തരണമേ. അടുത്തതായി വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങള്. എവിടെ നോക്കിയാലും വഞ്ചനയെ കാണാനുള്ളൂ, അനീതിയെ കാണാനുള്ളൂ. ഇവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഇത് ചോദിക്കുന്ന ആരോടാ? നീ എന്റെ ശരണമായ ദൈവമല്ലോ. സാധാരണ പറയുന്ന എനിക്ക് ന്യായം കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നു, സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കുന്ന. ഇവിടെ സങ്കീർത്തനക്കാരനും ആ അറ്റം വരെയാണ് വന്നത്. ഏതറ്റം വരെ? എന്റെ ശരണമായ യഹോവയിൽ. ഇവിടെ പറയുന്നത് എന്റെ ശരണമായ യഹോവയിൽ. ആ സങ്കീർത്തനക്കാരനും ഈ ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ, എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ, അത്രമാത്രം അടുത്ത ഒരു ബന്ധമുണ്ട്. അങ്ങനെയുള്ളവരോടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ സഭയിലുള്ള സഹോദരിമാരോടോ മറ്റാരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്റെ ദൈവമായ യഹോവയോട് എനിക്ക് പറയാൻ കഴിയണം. പ്രിയ സഹോദരിമാരെ, നമ്മളുടെ അവസ്ഥ എന്താ? നാം ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ആരോടാണ് പറയുന്നത്? നമ്മുടെ കർത്താവിന്റെ അടുക്കൽ വന്ന് നമ്മളുടെ ഈ കാര്യങ്ങൾ പറയാം. ഇനി അതിന്റെ താഴത്ത് വാക്യം, നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത്? അവിടെ ഒരു പരിഭവം നാം കാണുന്നത്. കർത്താവേ, ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആസാവ് പറയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യുന്നു, പക്ഷേ എന്താ എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് എന്താ ഇങ്ങനെ? ഒരു ദൈവത്തോടൊരു പരിഭവം നാം കാണുന്നു. അത് പറയണെങ്കില് എനിക്ക് അത്രമാത്രം ശരണമായ ഒരു ദൈവത്തോട്, അത്രമാത്രം ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന്, അത്രമാത്രം ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെക്കുന്ന ഒരാളോടെ എനിക്കിത് പറയാനായിട്ട് കഴിയൂ. ഞാനിങ്ങനെ ഉപദ്രവം സഹിച്ച് ഇങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ടി വന്നു. എന്റെ ജീവിതത്തിലും ഇതേ അനുഭവങ്ങളുണ്ട്. ഞാനും ഇങ്ങനെ ദുഃഖിച്ച് നടക്കുന്ന അനുഭവങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് 3ആം വാക്യത്തില് ഈ സങ്കീർത്തനക്കാരൻ തന്നെ അതിനൊരു റെമഡി, അതിനൊരു പരിഹാരം കാണുക. നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ എന്നെ നടത്തുമാറാകട്ടെ. എന്താണ് ഈ പ്രകാശവും സത്യവും? 119 സങ്കീർത്തനത്തിന് 105 വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാഠം അറിയുന്നതാണ്. അതായത് നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അന്ധകാരം നിറഞ്ഞ ലോകത്ത് മുമ്പോട്ട് പോകാൻ വഴിയില്ലാതെ കൂരിരുളിന്റെ അവസ്ഥയില്, അതായത് വഞ്ചനയും അനീതിയുമുള്ള ജനത്തിന്റെ നടുവില്, ന്യായരഹിതമായ ജീവിതത്തിന്റെ നടുവില് നിന്റെ വചനം എനിക്ക് പ്രകാശമായി, എനിക്ക് കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്ന നിന്റെ വചനം എനിക്ക് അയച്ചു തരണമേ. സത്യവും, നിന്റെ സത്യം. എന്താണ് സത്യം? നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, നിന്റെ വചനം സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നല്ലോ. ദൈവത്തിന്റെ വചനമാണ് സത്യവും പ്രകാശവും. ഞാൻ ക്രിസ്തീയ സഹോദരിയോടത്ത് ഞാൻ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. കാരണം ദൈവവചനം നമുക്ക് ഇത്രമാത്രം ഒരു 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 എന്താ പറയണ്ടേ, ഒരു സോഴ്സ് നമുക്ക് ഇന്റിമേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട്. നമ്മൾ ഓർക്കും ഈ ജനറൽ ബൈബിൾ ക്വിസും ഈ ബൈബിൾ ക്വിസ് കുറെ പേര് ഇടുന്നു, കുറെ പേര് ആൻസർ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. പ്രിയ സഹോദരിമാരെ, അതിന്റെ ആൻസർ നോക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മൾ പോകുമ്പോൾ ഒരുപക്ഷെ ആൻസറിന് വേണ്ടിയിട്ടായിരിക്കില്ല, ചില സമയത്ത് ദൈവം എന്നെ അവിടെ നിർത്തും.
അവിടെ അങ്ങ് പോസ് ചെയ്യും. പിന്നെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ എന്റെ പാപമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ആ ഒരു എന്താ പറയണ്ടേ, ആ ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യമായിരിക്കും എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി, നമ്മൾ കൊലോസ് ലേഖനത്തിലും ഫിലിപ്പി ലേഖനത്തിലും വായിക്കുന്ന ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അടുത്ത് നമ്മൾ കാണുന്നത്, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക്, തിരുനിവാസത്തിലേക്ക് അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ആദ്യം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ പരാതി പറയുന്നു, പിന്നീട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പുകഴുന്നു, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിന്റെ വചനം നമുക്ക് പ്രകാശമാകുന്നു, അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. അവ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും ദൈവത്തിന്റെ തിരുനിവാസത്തിലേക്കും. എന്താണ് ദൈവത്തിന്റെ തിരുനിവാസം? ദൈവത്തിന്റെ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും അനുഗ്രഹവുമായ ഒരു കാര്യം. പിന്നെ ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക്, അടുത്തതായിട്ട് എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ചെല്ലും. ഈ വാക്യമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. എന്താണ് ഈ പരമാനന്ദം? ആനന്ദം, സന്തോഷം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പരമാനന്ദം, നമ്മൾ പലപ്പോഴും പരമാധ്യക്ഷൻ, പിന്നെ പരമമായ കാര്യം, അതായത് ഏറ്റവും വലുത്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും ഉന്നതമായി, ഇതിനപ്പുറത്തേക്ക് വേറെ ഇല്ല. ദൈവത്തിങ്കലേക്ക് ചെല്ലും. എവിടെയാണ് എന്റെ പരമാനന്ദം? സങ്കീർത്തനക്കാരന് തന്റെ പരമാനന്ദം ദൈവമാണ്. നമുക്ക് ചോദിക്കാം, ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് എന്ത് പറയും? എന്താണ് നിന്റെ പരമാനന്ദം? 27 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തില്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ആ ഒരു സന്തോഷമല്ലേ, ആ ഒരു ആനന്ദമല്ലേ ഏറ്റവും വലുത്. ഇവിടെ കോരകോത്തിന്മാർ 84 സങ്കീർത്തനത്തിൽ അത് തന്നെ പറയുന്നു, എന്റെ ആലയത്തിൽ വസിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ തിരുനിവാസമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പരമാനന്ദമായ കാര്യം. ഇനി നമ്മൾ ശൂന്യകാരിയോട് ചോദിച്ചാല് ശൂന്യകാരി എന്ത് പറയും? ഓ, അവൻ വെണ്മയും ചുവപ്പും കലർന്നവൻ, 10,000 പേരിൽ അത് ശ്രേഷ്ഠൻ, അവനെ അംഗപ്രത്യംഗം വർണ്ണിക്കുന്നതാണ് എന്റെ പരമാനന്ദം. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയനോ എനിക്കുള്ളവൻ. അതിലാണ് അവൾ സന്തോഷം കണ്ടെത്തുന്നത്. ഇനി ബെഥാനിയിൽ മറിയോട് ചോദിച്ചാലോ? മറിയ പറയും, അവന്റെ കാൽപാദത്തിൽ ഇരുന്നവന്റെ വചനം കേൾക്കുക. എന്റെ സഹോദരി, പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനംകലങ്ങി എല്ലാം ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ആനന്ദം എന്റെ പ്രിയന്റെ കാൽപാദത്തിൽ ഇരുന്ന് അവന്റെ വചനം കേൾക്കുക. ഇനി അപ്പോസ്തലനായ പൗലോസിനെ നാം മറന്നു കളയാൻ പാടില്ല. പൗലോസിന് എന്താണ്? ഫിലിപ്പി ലേഖനം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ ഏറെ കാംക്ഷയുണ്ട്. പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാംക്ഷ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേർന്നിരിക്കുക. ഈ സഹോദരന്മാരെ, അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദവും പരമാനന്ദവും, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും അതായിരിക്കണ്ടേ? അതായിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു, ആവലാതി പറഞ്ഞു, ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിച്ചു, നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു, അതായത് ദൈവത്തിൽ ആനന്ദിച്ചു, ദൈവത്തിന്റെ തിരുനിവാസത്തിലേക്ക് ചെന്നു. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഉടനെ തന്നെ സങ്കീർത്തനക്കാരൻ ഒരു കിന്നരം എടുത്തു, ഒരു ഗിറ്റാർ എടുത്തു, അല്ല ഒരു കീബോർഡ് എടുത്തു. ഞാൻ നിന്നെ സ്തുതിക്കും. ഇപ്പൊ ആദ്യത്തെ ആളല്ല ഇവിടെ താഴോട്ട് വന്നപ്പോ, ദുഃഖിച്ചു നടന്ന ആളല്ല ഇവിടെ താഴെ വന്നപ്പോ, ഞാന് കിന്നരെടുത്ത് ഞാനങ്ങ് പാടുന്നു. എന്നിട്ട് അവൻ നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കിയേ, ഇങ്ങനെ അവൻ തന്റെ കണ്ണീരെല്ലാം തുടച്ചു കളഞ്ഞു, ഇതെല്ലാം അങ്ങ് മാറ്റി, ആ ഒരു മ്ലാനമായ ഇതെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് അവൻ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി നല്ല ഇതായിട്ട് ഗിറ്റാറും എടുത്തിട്ട് അവൻ തിരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുക. എന്നിട്ട് പറയാ, എന്താ പറയുന്നേ? എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? തിരിഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുക, നീ എന്തിനാണ് ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത്? ദൈവത്തെ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പൊ ഒരു കാലത്ത് ഞാൻ അവനെ സ്തുതിച്ചുകൊണ്ടിരുന്ന, നല്ലതായിട്ട് സ്മൂത്തായിട്ട് ജീവിതം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഇടയിലാണ് പെട്ടെന്ന് ഈ കാര്യങ്ങളും, ഈ ന്യായം ലഭിക്കാത്തതും ഭക്തികെട്ട ജാതിയും
അതുപോലെ വഞ്ചനയും അനീതിയുമുള്ള ജാതിയും ഇതെല്ലാം വന്ന് നമുക്ക് കഷ്ടതകള് ജീവിതത്തിൽ വന്ന് സംഭവിച്ചത്. അതായത് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് കഷ്ടതകളും, അല്ലെങ്കിൽ പിശാച് നമുക്ക് കഷ്ടത കൊണ്ടുവരുന്നു, ദൈവം ചില ഉദ്ദേശത്തിനായിട്ട് നമുക്ക് കഷ്ടത തരുന്നു, ഇതെല്ലാം ഇങ്ങനെ ഇതിന്റെ ഇടയിൽ വന്ന് സംഭവിച്ചതാ. പക്ഷേ ഇതെങ്ങനെയാണ് ഓവർകം ചെയ്ത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് തെറാപ്പി, ഇതാണ് ആ ക്ലിനിക്കൽ തെറാപ്പി. ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മിൽ വസിക്കുമ്പോൾ, അവന്റെ ദൈവം നമ്മുടെ പരമാനന്ദമാകുമ്പോൾ, അവന്റെ തിരുനിവാസത്തിന്റെ മറവിൽ നാം ആയിരിക്കുമ്പോൾ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ വിഷാദമെല്ലാം മാറും. ഞാൻ കിന്നരം എടുത്ത് ഞാൻ പാടും, എന്റെ ദൈവത്തിന് ഞാൻ ഇനിയും പാടും. എത്ര അനുഗ്രഹീതമായ ഒരു ഒരു സന്ദേശമാണ് പ്രിയ സഹോദരിമാരെ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരിമാര് ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, ദൈവത്തെ ശരണമാക്കുക. എന്റെ ശരണമായ ദൈവമേ, എന്റെ പരമാനന്ദമായ ദൈവമേ, ആ ദൈവത്തിൽ തന്നെ ശരണം പ്രാപിക്കുക. എന്നോട് ചേർന്ന് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ഒരു നിമിഷം എന്നോട് ചേർന്ന് ഈ പാട്ടിന്റെ 4 ലൈൻ പാടുമോ? യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ, നിൻ സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ, ലോകപൂരിതിലനുദിനം ജയമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. പ്രിയ സഹോദരിമാരെ, നമുക്ക് ആശ്വസിക്കുവാൻ കർത്താവ് മാത്രമാണ്. ലോകം നമ്മെ കൈവിട്ടോട്ടെ, നമുക്ക് ന്യായം കിട്ടാതെ വന്നോട്ടെ, നമ്മുടെ കർത്താവിന് ഈ ലോക ന്യായം കൊടുത്തില്ല. വഞ്ചനയും അനീതിയുമുള്ള ജനങ്ങളുടെ മധ്യത്തിൽ നാം വസിച്ചോട്ടെ, ഭക്തികെട്ട ജാതികളിൽ നമ്മൾക്ക് പോകാൻ നടത്തി. പക്ഷേ നമ്മുടെ കർത്താവ് നമുക്ക് സമാധാനദായകനായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് ഈ അനീതിയുള്ള ജനത്തിന്റെ നടുവിൽ നിന്നും നമ്മെ ചേർക്കാൻ വേഗം വരുന്നു. എത്രയും പെട്ടെന്ന് ഈ കഷ്ടതയും കണ്ണുനീരും മുറവിളിയും ദുഃഖവും ഒന്നുമില്ലാത്ത അവന്റെ നാട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകും. അവിടെ കർത്താവിന്റെ മുഖം കണ്ട് നമുക്ക് അവനെ ആരാധിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനത്തിൽ പുകഴുക. ഇവിടെ കടന്നു വന്ന സഹോദരിമാരെങ്കിലും ദൈവവചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്തണയ്ക്കുക, ചേർത്ത് പിടിക്കുക. അവന്റെ വചനം മാത്രം നമുക്ക് ആധാരമായിരിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.